എൻഡോമെട്രിയോസിസ് എന്താണെന്ന് ചോദിച്ചിരുന്നല്ലോ. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ലൈനിങ്, അതായത് ഗർഭപാത്രത്തിനുള്ളില് ഒരു ആവരണമുണ്ട്. എൻഡോമെട്രിയം എന്നാണ് ഇതിന് വിളിക്കുക. ഇതിന് സമാനമായ ചില കോശങ്ങൾ ഈ ഗർഭപാത്രത്തിന് പുറത്തും വളരുക. ഈ അവസ്ഥേനെയാണ് എൻഡോമെട്രിയോസിസ് എന്ന് വിളിക്കുന്നതെന്ന് ചുരുക്കി പറയാം. ഈ കോശങ്ങളുടെ വളർച്ച ഫാലോപ്പിയൻ ട്യൂബില്, ഓവറീസില്, അതായത് അണ്ടാശയത്തില്, അതുപോലെ പെൽവിക് കാവിറ്റിയിലുള്ള മറ്റ് അവയവങ്ങൾക്ക്, അതുപോലെ തന്നെ ഗർഭപാത്രത്തിന്റെ പുറമെയുള്ള ഉപരിതലത്തിലും ഈ കോശങ്ങൾ വളരുന്നത് കാണാം ഈ രോഗാവസ്ഥയിൽ. എൻഡോമെട്രിയോസിസ് എന്ന് വിളിക്കുന്ന ഈ രോഗാവസ്ഥയ്ക്ക് വ്യത്യസ്ത വ്യക്തികളിൽ വ്യത്യസ്ത ലക്ഷണങ്ങൾ കാണാം, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. എന്നാലും പൊതുവെ കാണുന്ന ചില ലക്ഷണങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകളിലും പൊതുവെ കാണുന്ന ഒരു ലക്ഷണമാണ്. ഇത് വളരെയധികം അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഗതിയാണ്. അതായത് പെൽവിക് കാവിറ്റി, നമ്മുടെ പെൽവിസ് എന്ന് പറഞ്ഞാൽ ഗർഭാശയം കവർ ചെയ്യുന്ന ആ ഭാഗം, ഓക്കെ, അടിവയറ് എന്നൊക്കെ പറയില്ലേ, ഈ ഭാഗത്ത് അനുഭവപ്പെടുന്ന കലശലായ വേദന. ഇത് ആർത്തവത്തിനോട് മുൻപായിട്ടോ അതല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്തോ ഒക്കെ കലശലായ വേദന അനുഭവപ്പെടും എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ അനുഭവിക്കുന്ന സ്ത്രീകൾ. ഈ വേദന യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തോ മലശോധന സമയത്തോ പോലും ഇത്തരത്തിൽ വേദന അനുഭവപ്പെടാറുണ്ട്. ഇത്തരം രോഗികൾക്കെല്ലാം തന്നെ എൻഡോമെട്രിയോസിസുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് പൊതുവെ ഈ ആർത്തവ ക്രമക്കേടുകൾ, അതായത് ആർത്തവ ചക്രം നേരത്തെയോ വൈകിയോ ഒക്കെ വരിക, ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ് കാണുക, ഇത്തരം പ്രശ്നങ്ങൾ എൻഡോമെട്രിയോസിസ് എന്നുള്ള ഈ രോഗാവസ്ഥ അനുഭവിക്കുന്ന സ്ത്രീകളെല്ലാം പൊതുവെ കാണുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതുപോലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഗതിയാണ് ഇന്റർകോഴ്സിന് മുൻപോ ശേഷമോ ഒക്കെ ആയിട്ട് കലശലായ വേദന അനുഭവപ്പെടുന്നത്. അതും സ്ത്രീകളിൽ പൊതുവെ കാണുന്ന ഒരു ലക്ഷണമാണ്. അതുപോലെ ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം, എൻഡോമെട്രിയോസിസ് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് സാധ്യത കൂടുതലാണ്. അതായത് കുട്ടികൾ ഉണ്ടാവാനുള്ള പ്രത്യുൽപാദന ശേഷി കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ലക്ഷണങ്ങൾ കൂടാതെ ഇങ്ങനെ ഓക്കാനോ, ലൂസ് മോഷനും, കോൺസ്റ്റിപ്പേഷനും, മലബന്ധം, പിന്നെ അമിത ശരീരഭാരം ഉണ്ടാവുക, ഭയങ്കരമായ ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടുക, പ്രത്യേകിച്ച് ആർത്തവ സമയത്തൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, ഇതൊക്കെ ഈ എൻഡോമെട്രിയോസിസ് അനുഭവിക്കുന്ന സ്ത്രീകൾ പൊതുവെ പറഞ്ഞു വരുന്ന ചില ലക്ഷണങ്ങളാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ വേദനയുടെ തീവ്രത കൂടിയിരിക്കുക എന്നുള്ളത് വെച്ച് മാത്രം നമുക്ക് ഈ രോഗത്തിന്റെ തീവ്രത അളക്കാനായിട്ട് സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാല് വളരെയധികം കലശലായ വേദന അനുഭവിക്കുന്നവർക്ക് ഈ രോഗാവസ്ഥ അത്ര തീവ്രമായിരിക്കണമെന്നില്ല. അതുപോലെ ഈ പറഞ്ഞ ലക്ഷണങ്ങളും വേദനയൊക്കെ വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് രോഗ തീവ്രത കുറവാണെന്നും അർത്ഥമാക്കാനായിട്ട് സാധിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ പലരിലും പല രീതിയിലാണ് ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുന്നതെന്ന് അർത്ഥം. പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ വെച്ച് മാത്രം ഒരു രോഗനിർണയം അസാധ്യമാണ്. കാരണം ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ മറ്റ് സ്ത്രീ രോഗങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം രോഗലക്ഷണങ്ങൾ കാണിച്ചു വരാറുള്ളത് കൊണ്ട് ഈ ലക്ഷണങ്ങൾ കൊണ്ട് മാത്രം ഇത് തീരുമാനിക്കാനായിട്ട് സാധിക്കാറില്ല. പക്ഷെ ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വാതപിത്ത കഫദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ അനുമാനിക്കുന്നു. അതിനനുസരിച്ച് വേണ്ടതായ ജീവിത രീതികളും ഭക്ഷണ രീതികളും ചിട്ടപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എന്തെന്ത് ദോഷപ്രകൃതികളുമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കുന്നു. അങ്ങനെയാണ് ഒരു ആയുർവേദ കാഴ്ചപ്പാട്. എൻഡോമെട്രിയോസിസ് എന്നുള്ള ശാസ്ത്രനാമം ഇതൊരു ആധുനിക കാഴ്ചപ്പാടാണ് കേട്ടോ. ആയുർവേദ രീതിയിൽ ഈ രോഗാവസ്ഥയ്ക്ക് മറ്റു പേരുകളാണ് വിളിക്കപ്പെടുന്നത്. ആയുർവേദ ചികിത്സയെ സംബന്ധിച്ച് ഒരു രോഗത്തെ പേരിട്ട് വിളിക്കുന്നതിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം ഈ രോഗലക്ഷണങ്ങളിൽ നിന്ന് ഈ രോഗത്തിന് പേരിടുകയല്ല ചെയ്യുന്നത്, ആ രോഗിക്ക് എന്തുകൊണ്ട് ഈ രോഗാവസ്ഥ വന്നു എന്ന് അനുമാനിക്കുന്നു, ആ ദോഷസ്ഥിതി മനസ്സിലാക്കുന്നു, ആ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും ഔഷധങ്ങളും നിശ്ചയിക്കുന്നു. അതാണ് ഒരു ആയുർവേദ ചികിത്സ. വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.